നമസ്കാരം. എത്ര തല പുകച്ചാലും പിടികിട്ടാത്തതായി മാറി നിൽക്കുകയാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയുടെ കാരണങ്ങൾ. മരിച്ചെന്ന് കരുതി 23-കാരനായ അഫാൻ ഉപേക്ഷിച്ച സ്വന്തം ഉമ്മ അത്യാഹിത വാർഡിൽ കിടന്ന് അന്വേഷിച്ചത് ഇളയ മകൻ അഫ്സാനെ കുറിച്ച് മാത്രമാണ്. ബന്ധുക്കളെ ഉൾപ്പെടെ ഓരോരുത്തരെയായി കൊന്നു തള്ളാൻ കാരണം കുടുംബത്തെ ഞെരുക്കിയ കടമാണെന്ന് യുവ കുറ്റവാളി അഫ്ഗാന്റെ മൊഴി ശരിവെക്കും വിധമാണ് പോലീസിന് ഇതുവരെ കിട്ടിയിരിക്കുന്ന തെളിവുകൾ. അപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലേക്ക് പെൺസുഹൃത്ത് ഫർസാനയെ കൂടി വിളിച്ചു വരുത്തി വകവരുത്തിയതിന്റെ യുക്തി തെളിയാതെ കിടക്കുന്നു. മിതഭാഷിയും മര്യാദക്കാരനും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവനുമായ അഫാനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഏത് സാഹചര്യമാണെന്ന് തെളിയാൻ നമ്മൾ ഒരുപക്ഷെ ഇനിയും കാത്തിരിക്കേണ്ടി വരും. നടുക്കം വിട്ടുമാറാത്ത നാട്ടുകാർക്കും നിഗമനങ്ങളിൽ അന്വേഷണം തുടരുന്ന പോലീസിനും അഭ്യൂഹങ്ങളിൽ പരതുന്ന ബന്ധുക്കൾക്കും എല്ലാറ്റിനുമുപരി പൊതുസമൂഹത്തിനും അറിയാനുള്ളത് അതുമാത്രമാണ്. അഫാനെ, നീ എന്തിനിത് ചെയ്തു? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ കൊടും കൊലപാതകത്തിന്റെ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശാൻ കഴിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അഫാന്റെ ബന്ധു എ ജലീൽ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. ക്രിമിനോളജിസ്റ്റായ ഡോക്ടർ ഫെബിൻ ബേബി അതിഥിയായി നമ്മളോടൊപ്പം ചേരുന്നു. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ഉണ്ട്. ക്രിമിനൽ അഭിഭാഷക അഡ്വക്കേറ്റ് മായ കൃഷ്ണൻ അതിഥിയാണ്. ജോർജ് ജോസഫ് സർ, ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് അഫാൻ 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകങ്ങൾ നടത്താനും ഒരു കൊലപാതക ശ്രമത്തിനും ഇടയായ സാഹചര്യം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതുവരെ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ. ഇപ്പോൾ കടബാധ്യത കൊണ്ടാണ് എല്ലാവരെയും കൊന്നെന്ന് പറയുന്നത് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പം ചാനലിലും പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ വന്ന പല വാർത്തകൾ നോക്കിക്കഴിയുമ്പം ഇയാളെ പോലീസും അത്ര വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാളെ ഒരു ആൽക്കഹോളിക്കാണ്. കാരണം കൊലപാതകത്തിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ബാറിൽ പോയി മദ്യം കഴിച്ചിട്ട് അവിടുന്ന് ഒരു കുപ്പി വാങ്ങിച്ചുകൊണ്ടും പോയി. അപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കിക്കണം. ഇയാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചെറുപ്പം മുതലേ ഇയാളൊരു ആൽക്കഹോളിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോപീകൃഷ്ണൻ പറഞ്ഞ ആ പെൺകുട്ടിയെ എന്തിനു കൊന്നു? അതൊരു പോയിൻ്റാണ്. വീട്ടുകാരെ കൊന്നോട്ടെ, അല്ല കടബാധ്യതകൾ അവരെ കൊന്നാൽ പോരെ, ഇയാളുടെ പെൺകുട്ടിയെ എന്തിനു കൊന്നു, ഇളയ കൊച്ചിനെ എന്തിനു കൊന്നു? അപ്പോൾ അതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. പക്ഷേ പോലീസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ വിഷയത്തിൽ പോകണം. അയാളെ കൊല്ലാൻ ഉപയോഗിച്ചത് ചുറ്റികയാണ്. അത് വാങ്ങിച്ച് തലയ്ക്കടിച്ച് കൊല്ലുകയാണ്. ആ ചുറ്റിക പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കേരളത്തിലെ പല കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടോത്രവും മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട എലന്തൂരിലെ അതുപോലെ തന്നെ പല സ്ഥലത്തെ നമ്മൾ കാണുന്നുണ്ട് ഒരു ചുറ്റിക. അപ്പോൾ ആ ചുറ്റിക ഇവിടെയുണ്ട്, കത്തിയുണ്ട്. നമുക്കറിയാം ഇവരുടെ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പം ചുറ്റിക ഉണ്ടാവും, കത്തി ഉണ്ടാവും, അതുപോലെ തന്നെ കത്രിക ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചുറ്റിക വന്നിരിക്കുന്നു. അയാൾ വേറൊരു വീട്ടിൽ തന്നെയാണെങ്കിൽ വെപ്പൺ വേറെ എന്തെല്ലാം ഉപയോഗിക്കാം, വിലയ്ക്ക് വാങ്ങിക്കുകയാണത്. അതുകൊണ്ട് സൂക്ഷിക്കുകയാണ് തലേദിവസം. പിന്നെ ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ ആഴത്തിലൊരു മുറിവുണ്ട്. തലയുടെ പിന്നിലാണ് അടിച്ചു വീഴ്ത്തുന്നത്, മുൻവശത്ത് അടിച്ചു വീഴ്ത്തുന്നത്. ആ കുട്ടിയുടെ മുഖം വികൃതമാക്കി. കാരണം അതുപോലെ 10-12 അടി അടിച്ചിട്ടുണ്ട്. ആ ആൺകുട്ടിയുടെ ഇളയ കുട്ടിയുടെ ഒരു കണ്ണില്ല. അത് അത്ര ഭീകരമായ മരിച്ചു കഴിഞ്ഞിട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, ഇയാൾ യാത്രയിൽ പോലീസ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടതിന്. ഇയാൾ പകൽ വീട്ടിലുണ്ടാവും, രാത്രി 2 വീലറുമായിട്ട് ഇറങ്ങുകയാണ്. ചെറുപ്പം മുതൽ അതാണ് പണി. ഇയാളെ CCTV ദൃശ്യത്തിൽ മണ്ണന്തലയ്ക്കടുത്ത് രാത്രി കണ്ടിട്ടുണ്ട്. ഇയാൾ തിരുവനന്തപുരം ഭാഗത്തോട്ട് വരുന്നുണ്ട്. ഇയാൾക്ക് കൂടോത്രവും മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇയാൾ ആൽക്കഹോളിക്കാണ്, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് മനസ്സ് ദുർബലമാണ്. ചെറുപ്പം മുതലേ നല്ല ആരോഗ്യം തടിയും ഉണ്ടാവും, മനസ്സ് ദുർബലമായിട്ടാണ് കാണുന്നത്.
അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് ഞാൻ കരുതുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം നമ്മൾ നോക്കിക്കോളൂ. കേടലിൻ്റെ അവിടെ എന്താണ്, അപ്പനെ അമ്മയും സഹോദരിയെയും കൊന്നിട്ട് തീയിട്ടവിടെ, വീട് തീയിട്ടു. ഇവിടെ ഇപ്പോൾ എന്താണ്, ഗ്യാസ് തുറന്നു വെച്ചിട്ട് പോയി. ഞാൻ കമ്പയർ ചെയ്യുന്നതാണ്, അത് നമ്മൾ ആലോചിക്കണം അത്. അപ്പോൾ സർവനാശം തന്നെ, വീടും കത്തിക്കുകയാണ്. അത് ഏത് മൈൻഡാണ് അങ്ങനെ വരുന്നത്? അപ്പോൾ അതിന് ഇയാൾ തീർച്ചയായിട്ടും ഇയാളുടെ മൊബൈൽ ഫോണും അയാളുടെ ടാബ്ലറ്റ് അത് നോക്കണം. ഇയാൾക്ക് IQ കൂടുതലുണ്ട്, പക്ഷേ EQ ഒട്ടുമില്ല. എമോഷണൽ ക്വസ്റ്റ്യൻ്റ് ഇല്ല, IQ കൂടുതൽ, പക്ഷേ IQ ക്രിമിനൽ സൈഡിലേക്ക് പോയി. നമ്മൾ ബുദ്ധിപരമായ പരീക്ഷ എഴുതാനൊക്കെ IQ വേണം, പക്ഷേ ഇയാളുടെ IQ മുഴുവൻ ചെറുപ്പം മുതൽ ബുദ്ധിപരമായിട്ട് പോയി. ജോർജ് ജോസഫ് സാർ, ഈ രണ്ട് കാര്യങ്ങളിൽ എൻ്റെ സംശയങ്ങൾ ചോദിക്കട്ടെ. അതായത് താങ്കൾ പറഞ്ഞതുപോലെ ഫർസാനെ എന്തിന് ഈ കൂട്ടക്കുരുതിയുടെ ഭാഗമാക്കി എന്നത് നമുക്കൊരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്, മറ്റു പല ചോദ്യങ്ങളെയും പോലെ തന്നെ. അതിനിടയിൽ താങ്കൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ഇളയ കുട്ടിയെ അഫ്സാനെ എന്തിനാണ് ഇത്ര ക്രൂരമായി നിഷ്ഠുരമായി കൊല ചെയ്തത് എന്ന ചോദ്യം താങ്കൾ ഉന്നയിച്ചു. അപ്പോൾ കൂട്ടത്തോടുകൂടി കുടുംബം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പദ്ധതി ഇട്ടിരുന്നു, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത, ഞാൻ അടിവരയിടുകയാണ്, സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗൂഗിൾ സെർച്ചിലൊക്കെ സെർച്ച് എഞ്ചിൻ നോക്കുമ്പോൾ ഈ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. ഇതിനെ തടസ്സം നിന്നത് ഉമ്മ ഫെമിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വിവരങ്ങളിലൂടെ. അപ്പോൾ ഈ വലിയ കടബാധ്യത ഉണ്ടാകുന്നു. ഇപ്പോൾ ഉമ്മയുടെ പേരിൽ മാത്രം 65 ലക്ഷത്തിൻ്റെ കടമുണ്ടെന്നാണ് കരുതുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു ഈ അഫാൻ ഉണ്ടായിരുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം വില കൂടിയ ബൈക്ക്, വില കൂടിയ മൊബൈൽ, മാത്രമല്ല ഇതിന് മുൻപൊരിക്കൽ അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും വന്നിരുന്നു. അത് അന്ന് വില കൂടിയ ഒരു മൊബൈൽ വേണമെന്ന് പറയുകയും അത് കൊടുക്കാത്തതിൻ്റെ പേരിലുമാണ് എന്നതാണ്. അത് അഫാൻ്റെ ഒരു സൈഡ്, ഒരു ഭാഗം. പക്ഷെ മറുഭാഗത്ത് ഈ അച്ഛൻ്റെ അമ്മയെ കൊന്ന ശേഷം പിടിച്ചെടുത്ത അല്ലെങ്കിൽ തട്ടിപ്പറിച്ചെടുത്ത മാല കൊണ്ടുപോയി പണയപ്പെടുത്തി അതിൽ നിന്ന് കിട്ടിയ തുക 72,000 രൂപ കിട്ടുകയും അതിൽ 40,000 രൂപ കടം വീട്ടാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കുടുംബത്തോട് സ്നേഹമുള്ള, കടം വീട്ടാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കൊലപാതകം എന്ന ഒരു ഭാഗവും നിൽക്കുന്നുണ്ട്. ഇത് വളരെ കൺഫ്യൂസിംഗ് ആണല്ലോ പോലീസിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. ഇയാൾ ശരിയായ ഒരു ക്രിമിനലാണോ, അതല്ല ഗത്യന്തരമില്ലാതെ ഈ കൊല നടത്തി മുഴുവൻ കുടുംബത്തെയും അങ്ങനെ രക്ഷപ്പെടുത്താൻ ഇയാൾ ആലോചിച്ചിരുന്നു? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ടല്ലോ. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം അമ്മയെ കൊന്നത് എങ്ങനെയാണ്, ഒരു ക്രിമിനൽ ചെയ്യുന്ന ആക്റ്റല്ലേ. ആ വല്യമ്മയെ കൊന്നിട്ട് അവരുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി, അത് വിറ്റു. അത് സാധാരണ ക്രിമിനൽസ് ചെയ്യുന്ന, പക്ക ക്രിമിനൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിനോട് ഡിഫർ ചെയ്യേണ്ടി വരും. അപ്പം മാസമായിട്ട് വൈരാഗ്യമുള്ളവരും മറ്റവരെ എല്ലാവരെയും കൊല്ലുന്ന ഒരു പ്രവണതയാണ് വരുന്നത്. ജോർജ് ജോസഫ് സാർ, ഈ അമ്മയുടെ കാര്യത്തിൽ അമ്മയോട് ഷോള്, ബലമായി ഷോള് പിടിച്ച് വലിച്ചപ്പോൾ അമ്മയുടെ തല പോയി ഭിത്തിയിൽ തട്ടി വീണു എന്നാണല്ലോ വന്ന വിവരങ്ങൾ. പിന്നെ പൾസ് നോക്കിയപ്പോൾ അമ്മയുടെ പൾസ് ഇല്ല. കാരണം ഈ അർബുദ രോഗിയായതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കുന്നു, അതുകൊണ്ട് പൾസ് ഇടയ്ക്ക് മിസ്സാകും. അപ്പോൾ മരിച്ചെന്ന് കരുതി ഇയാൾ പുറത്തുപോയി എന്നായിരുന്നു വന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അമ്മയുടേത് ഒരു ആക്സിഡൻറ്റും പിന്നെ അങ്ങോട്ടുള്ളത് ബോധപൂർവം കൊല ചെയ്യുകയുമായിരുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അല്ല ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇയാളെ ചെറുപ്പത്തിൽ ഒരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞ് വഴക്കടിച്ചിട്ട് ആ മൊബൈൽ ഫോൺ കിട്ടാത്തതുകൊണ്ട് വിഷം കഴിച്ചു, അതിനെ ട്രീറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും പേരെ കൊന്നിട്ട് ഇയാൾ എന്താ ആത്മഹത്യ ചെയ്യാത്തത്? ഇയാൾ വിഷം കഴിച്ചത് അത് ചുമ്മാ ഒരു തട്ടിപ്പാണ്, അയാൾക്ക് മരിക്കണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾ ക്രിമിനൽ സൈഡിലേക്ക് IQ പോയത് കാര്യം അതാണ്. ഇയാൾക്ക് മരിക്കണമെന്നില്ല. അന്നും ഈ വേലത്തരം കാണിച്ച് ചെറുപ്പം മുതലേ ഭീഷണിപ്പെടുത്തി കാര്യം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതേസമയത്ത് പകൽ എങ്ങും സഞ്ചരിക്കത്തില്ല, രാത്രി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. 6 മാസം മുമ്പ് ഒരു ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് പണമില്ലാഞ്ഞിട്ട്. അപ്പോൾ സാമ്പത്തിക തട്ടിപ്പല്ല എന്ന് പോലീസ് മനസ്സിലാക്കും. ഇയാളുടെ തീർച്ചയായിട്ടും OTT പ്ലാറ്റ്ഫോം നോക്കിയേ പറ്റൂ. കാരണം ഇയാൾ എവിടെ ഈ 5-10 വർഷം കൊണ്ട് ആണ് ഇതുപോലെ ഒരു മനസ്സ് ദുർബലമായിട്ട് വന്നതെന്നാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഇയാൾ ഗൂഗിൾ ഹിസ്റ്ററി നോക്കണം പോലീസ്. OTTയിൽ തീർച്ചയായിട്ടും പോലീസ് നോക്കിയേ പറ്റുള്ളൂ. ഇയാൾ ഡാർക്ക് വെബിൽ കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇയാൾ ആമസോണിലും നെറ്റ്ഫ്ലിക്സിൽ ഏത് ക്രൈമാണ് കണ്ടത്, അതൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇയാളുടെ മാനസികാവസ്ഥ പഠിച്ചേ പറ്റുള്ളൂ. കാരണം ആ വല്യമ്മയെ കൊന്നത് പണത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ വല്യമ്മയെ കൊന്നിട്ട് വരുമ്പോൾ ഒരു വിളി വന്നു, മുത്താപ്പാടെ മറ്റേ
ലത്തീഫിൻ്റെ ഒരു വിളി വന്നപ്പം ഇയാൾക്ക് സംശയിച്ചിട്ടുണ്ടാവണം. കാരണം അവരെ വല്യമ്മയെ കൊന്നത് പിടിക്കപ്പെട്ടു എന്ന് സംശയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ രണ്ടുപേരും കൊല്ലുകയാണ്. നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ. അതുകൊണ്ട് ഞാൻ തുടക്കം പോലെ പറയുന്നത് മൂന്ന് സ്ഥലത്തും 3 വ്യത്യസ്തമായ മോട്ടീവ്. ഇതൊരു കോംപ്ലക്സ് മോട്ടീവാണ് ഇയാൾക്ക്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വല്യമ്മയെ കൊന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്. അതേസമയം മൂത്താപ്പയെ ഭാര്യയെ കൊന്നത് ഇയാളുടെ മോട്ടീവ് അവരെ അറിഞ്ഞിരിക്കുന്നു, കൊന്നത് അറിഞ്ഞിരിട്ടു എന്നുകൊണ്ട് അവരെ അവിടെ കൊന്നു. ആലുവ കൂട്ടക്കൊല കേസിൽ അത് തന്നെയാണ് അറിഞ്ഞത്. കാരണം അവിടെ അയാളുടെ പ്ലാനും പദ്ധതിയൊക്കെ തെറ്റി. അമ്മയും മൂത്ത മകളെയും ഇളയ മകളെയും കൊന്നു കഴിഞ്ഞപ്പം 4 പേര് ഇയാൾ വീട്ടിലിരിക്കുന്നത് കണ്ടിരുന്നു. അവിടെ സിനിമയ്ക്ക് പോയപ്പം അപ്പനും അമ്മയും 2 മക്കളും അവരെ കൊന്നേ പറ്റുള്ളൂ. ഇതൊരു മാനസികമായ ഒരു ചാഞ്ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വരും, എവിഡൻസ് നശിപ്പിക്കാനും. ഇയാൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതിനുള്ള വിഷം ഇയാൾ കഴിച്ചിട്ടില്ല. അത് തന്നെയല്ല, ഇയാളുടെ ക്ലെവർനെസ് നോക്കിക്കോണം. അതുകൊണ്ട് IQ ക്രിമിനൽ സൈഡിൽ പോയെന്ന് ഞാൻ പറയണത്. ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഇയാൾ ബൈക്കിൽ കൊണ്ടുവന്നിട്ട് അതിനു മുമ്പ് ഇളയ മോനെ അവന് ഏറ്റവും ഇഷ്ടമുള്ളത് കുഴിമന്തിയാണ്. അപ്പോൾ കുഴിമന്തി അവനെ കൊണ്ട് വാങ്ങിയ സമയത്ത് മറ്റേ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് കൊന്നു. അത് കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. കൊന്ന് കസേരയിൽ ഇരിക്കുക 2ാം നിലയിൽ. ഈ പയ്യനുമായിട്ട് വന്നു കഴിഞ്ഞപ്പം കുഴിമന്തിയും അവൻ്റെ ബാഗുമായിട്ട് വീടിൻ്റെ വരാന്തയിൽ തന്നെ വെച്ചിട്ട്, സാധാരണ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്തു ചെയ്യും? എപ്പോഴായാലും ഓടി അമ്മയെ കാണണം. അപ്പോൾ അമ്മയുടെ എടുത്തിട്ട് പോകും. അമ്മ അവിടെ തലക്കടിച്ച് കെട്ടി അവിടെ ഇട്ടിരിക്കുകയാണ്, മുറി പൂട്ടിയിട്ടിരിക്കുക. അവൻ അവിടെ പോകും, ഇവനെ കൊന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവനെ അവിടെ ആ വരാന്ത വെച്ച് തന്നെയാണ്, ആ ഹോളിൽ വെച്ച് തന്നെയാണ് കൊന്നിരിക്കുന്നത്. അത് അമ്മയുടെ അടുത്തോട്ട് പോകും. അപ്പം അതെന്തൊരു പ്ലാനിങ് ആണ്! ഇവനെ കൊണ്ടേ കടയിൽ നിർത്തിയിട്ട് മറ്റവളെ വിളിച്ചു വരുത്തി അവളെ കൊല്ലുന്ന കണ്ടില്ലേ? ഇതൊക്കെ മാനസികമായി ആകെ ഒരു സ്ക്രിസോഫ്രീനിയ തന്നെയാണ് എന്ന എൻ്റെ ഒരു ധാരണ അതാണ്. നമുക്കത് ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് ഈ അയാളുടെ മാനസിക നില, അഫാന്റെ മാനസിക നില എന്തായിരുന്നു? അയാൾ ഈ കൊലപാതകങ്ങൾ ഒന്നൊന്നായി ഇത്ര കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിന് പിന്നിൽ അയാളുടെ മനോനില എങ്ങനെ പ്രവർത്തിച്ചു? ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ അഫാൻ തന്നെ പോലീസിന് നൽകിയ മൊഴി, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഈ കൊലപാതകമൊക്കെ ചെയ്തത് എന്ന് നൽകിയിരിക്കുന്ന പ്രാഥമികമായ മൊഴി നമ്മൾ അറിയുന്നതനുസരിച്ച് അതിൽ എത്രത്തോളം വസ്തുതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നത് നമുക്ക് പരിശോധിക്കാം. അഫാന്റെ ബന്ധു ശ്രീ എ ജലീലുണ്ട്. ജലീൽ, താങ്കൾക്ക് എത്ര കാലമായി ഈ കുടുംബത്തെ അറിയാം? അബ്ദുൾ റഹീമിന്റെ കുടുംബത്തെ എത്ര കാലമായി അറിയാം? ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പാങ്ങോട് കൊണ്ടുപോയി ഒരു 11 വർഷമായി ഈ അർഫാൻ്റെ ഇപ്പോഴത്തെ വീട്ടിൽ താമസിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലെങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ ഈ വീട്ടിൽ ഞങ്ങൾ ചെല്ലാറുണ്ട്. അതുപോലെ ഈ കുട്ടിയും അനിയനും ജ്യേഷ്ഠനും കൂടെയൊക്കെ സ്കൂളിൽ പോകുന്നതെല്ലാം ഞങ്ങൾ വഴിനീളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചിരിക്കും, മാമ ഇവിടെ പോകുന്നു എന്ന് മാത്രമാണ് അവർ ചോദിക്കാറുള്ളത്. മറ്റ് ഇടപാടുകളൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. ശരി, അപ്പോൾ ഈ ഉമ്മ ഫെമിക്ക് മാത്രം ഈ 65 ലക്ഷം രൂപയുടെ കടം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവർ വളരെ സാധാരണ ഒരു കുടുംബത്തിലായിരുന്നു. അതിനുശേഷമാണ് അബ്ദുൾ റഹീം പിതാവ് സൗദിയിൽ പോകുന്നത്. അദ്ദേഹം അവിടെ ഒരു കച്ചവടം നടത്തി അല്പം സാമ്പത്തിക ഭദ്രതയൊക്കെ കുടുംബത്തിന് ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ ചില സാമ്പത്തിക പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ പെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് വീട്ടിലേക്ക് ഇതുവരെ വരാൻ കഴിയാത്തത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയൊരു കടബാധ്യത ഉണ്ടായത്? അതിന് മാത്രം സ്വത്തുവകകൾ അവർക്കുണ്ടോ? അതിന് മാത്രം എന്തെങ്കിലും ദൂർത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു? ഇവിടെ 10 സെന്റും ഒരു വീടുമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇദ്ദേഹം ഗൾഫിൽ ആയിരുന്ന സമയത്താണ് ഇവിടെ വീട് വെക്കുന്നത്. പക്ഷേ അവിടെ സുഖമായി സന്തോഷമായി താമസിച്ച് വരുന്നതായിട്ടാണ് ഞങ്ങൾക്കുള്ള വിവരം. പക്ഷേ ഇദ്ദേഹത്തിന് സൗദിയിൽ റിയാദിൽ സ്പെയർ പാർട്സിൻ്റെ കട 2-3 എണ്ണം ഉണ്ടായിരുന്നു. അത് ഈ കൊറോണ സമയത്ത് ഇവർ കട ഡൗണായി, അദ്ദേഹം കടക്കാരനായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരോ ദമാമിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പോൾ ഒരു 2.5 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ഭാര്യയെയും 2 മക്കളെയും കൂടെ വിസിറ്റിംഗ് വിസയിലേക്ക് അദ്ദേഹം ദമ്മാമിൽ കൊണ്ടുപോയി 9 മാസക്കാലം അവിടെ നിന്നു. ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് അവർ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. പക്ഷേ എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇവർക്ക് നമ്മൾ അറിയാത്ത സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത, അത് തള്ളയ്ക്കും മൂത്ത മകനും അറിയാവുന്ന കടമായിരിക്കും, മറ്റേ ഇളയ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകിൽ അബ്ദുൽ ലത്തീഫിൻ്റെ അടുത്ത് പണം ഈ പയ്യൻ പോയി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം.
അത് കൊടുക്കാത്തത് കൊണ്ട് അവൻ്റെ വലിയച്ഛനോടും വലിയമ്മയോടും പ്രതികാരം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവൻ്റെ ബാപ്പുമ്മയുടെ കയ്യിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ അവരുടെ മക്കൾ വാങ്ങിക്കൊടുത്ത ആഭരണം കഴുത്തിലുണ്ടായിരുന്നു. അത് മുമ്പ് പോയി ചോദിച്ചപ്പോൾ അവരൊരു മോതിരം കൊടുത്തു എന്ന് പറയുന്നു. രണ്ടാമത് ചോദിക്കുന്ന ഈ അടുത്ത സമയത്ത് ഈ സംഭവം നടക്കുന്ന ദിവസമാണോ അറിഞ്ഞുകൂടാ, അതിന് മുമ്പ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. അവൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് എൻ്റെ മക്കൾ വാങ്ങിച്ചു തന്ന മുതലാണ്, ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ എൻ്റെ മക്കൾ ബുദ്ധിമുട്ടാതെ, അല്ലെങ്കിൽ മക്കൾ ആരും തന്നെ സഹോദരങ്ങളിൽ നിന്ന്, ഇപ്പോൾ നമ്മളെ മുസ്ലിം സമുദായത്തിൽ നമ്മൾ ഇളയത് മൂത്തതൊക്കെയാണ് സാമ്പത്തിക, മരിച്ചു കഴിഞ്ഞാൽ ചിലവ്, മറ്റേ മൂന്നാം ദിവസം വരുന്ന ചിലവ്, 11-ാം ദിവസം വരുന്ന ചിലവ്, 40-ാം ദിവസം വരുന്ന ചിലവ്. അപ്പോൾ ആ ചിലവിനുള്ള സാമ്പത്തികം ഇവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണം വിറ്റ് അത് നടത്തണം എന്ന ആ സ്ത്രീക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അത് കൊടുക്കാത്തത്. അത് ഞങ്ങൾ അന്വേഷിച്ചപ്പം ഇവൻ ആവശ്യപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവരുടെ മകളുടെ കയ്യിലോ മകളോ മരുമകളോ കയ്യിൽ വലിയ മാല ഊരി കൊടുത്തു. ഒരു ചെറിയ മാല അവർ കഴുത്തിൽ അണിഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ മാല ഇവരെ കൊന്നതിന് ശേഷം അവൻ എടുത്തുകൊണ്ട് പോയി പണയം വെച്ച് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ശ്രീ ജലീൽ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറയുന്നത് ഉമ്മയ്ക്കും മകനും, അതായത് ഫെമിക്കും മൂത്ത മകൻ അഫാനും മാത്രം അറിയുന്ന കടബാധ്യത എന്ന് പറഞ്ഞാൽ, ഈ കടം വാങ്ങിച്ച പണം എന്തിനെങ്കിലും ഉപയോഗിച്ചതായി നമ്മൾ കാണണമല്ലോ. അതായത് ഒന്നെങ്കിൽ അവർ വീട് മോടി പിടിപ്പിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അതുപോലെ ഒരു ആർഭാട ജീവിതം അവർ നയിക്കുന്നുണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണിൽപ്പെടുന്ന, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും പണം കൊണ്ടുള്ള ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഇവരുടെ കുടുംബത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു? അതായത് സൗദിയിൽ ഈ പറയുന്ന സ്പെയർ പാർട്സ് കടയിട്ട് അധ്വാനിക്കുന്ന അബ്ദുൾ റഹീം എന്ന കുടുംബനാഥൻ അറിയാത്ത രഹസ്യമായ ഒരു കടം ഇവർക്കുണ്ടായി എന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കാണണമല്ലോ. നിങ്ങൾ അവിടെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളോ നാട്ടുകാരോ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ച ഞങ്ങളുടെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി സൗദിയിൽ കടം ഉണ്ടായതുകൊണ്ട് ഇവിടെ നിന്ന് ആരുടെയെങ്കിലും പക്കൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുത്തു അവിടെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ ആ മാസം തോറും പലിശ കൊടുക്കാൻ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വീണ്ടും മറ്റുള്ള ആളുകളിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുത്ത് അങ്ങനെ കടം പെരുകിയോ എന്നും നമുക്കറിയത്തില്ല. ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഞങ്ങളുമായിട്ട് യാതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം. അഫാന്റെ ഒരു സ്വകാര്യ ജീവിതം എങ്ങനെയായിരുന്നു? അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരന്റെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ്, ജീവിത രീതികൾ എന്തൊക്കെയാണ്? നാട്ടുകാർ പറയുന്നത് വളരെ സൗമ്യൻ, ശാന്തശീലൻ, നാട്ടുകാരുമായി വലിയ ഇടപെടലില്ല, വൈകുന്നേരങ്ങളാകുമ്പോൾ രാത്രിയാകുമ്പോൾ ബൈക്ക് എടുത്ത് പോകുന്നു, ഈ മൊബൈൽ ഫോൺ പോലെയുള്ള സാങ്കേതിക വിദ്യയോട് അല്ലെങ്കിൽ അത്തരം ടെക്നോളജിയോടൊക്കെ വലിയ താല്പര്യമുള്ള ഒരാൾ. അതിനപ്പുറം ശ്രീ ജലീലിന് എന്തെങ്കിലും അറിയാമോ? ഇത് ഇപ്പോൾ പറഞ്ഞത് 100% സത്യമാണ്. ഇപ്പം ഈ നാട്ടിൽ അവൻ എല്ലാവർക്കും ഒരു ചെല്ലക്കുട്ടിയാണ്. ആൾക്കാരുമായി യാതൊരുവിധ പിണക്കമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നൊരു കുട്ടിയല്ല. നേരത്തെ ഇവൻ്റെ അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ ആണ് ഒരു കാറുണ്ടായിരുന്നു. അത് 2.5 ലക്ഷം രൂപയ്ക്ക് ആർക്കോ പണയം വെച്ചു. ആ 2.5 ലക്ഷം രൂപ പണയം വെച്ചപ്പോൾ പിതാവിന് എന്തോ പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഇവൻ 4 ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് ആ വാഹനം വിറ്റു. ആ പിതാവിന് 1 ലക്ഷം രൂപയാണ് ഇവനോ ഇവൻ്റെ ഉമ്മായോ സൗദിയിലേക്ക് അയച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇവനൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റും പണയപ്പെടുത്തി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ബുള്ളറ്റ് ഇപ്പോൾ കാണാനില്ല. അതുപോലെ തന്നെ ഇവൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവനൊരു 15 വയസ്സുള്ളപ്പോൾ സമയത്ത് അവൻ ആവശ്യപ്പെട്ട ഒരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കാത്തതിൻ്റെ പേരിൽ അവൻ അന്ന് വിഷം കഴിച്ചു. അതും പ്രത്യേകിച്ച് എലി വിഷമാണ് അവൻ കഴിച്ചത്. അന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതുപോലെ അവൻ നമുക്ക് അങ്ങനെ ആ വീട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെയാണെന്ന് ഈ അഫാൻ മദ്യം മയക്കുമരുന്ന് ഇത് ഉപയോഗിച്ചിരുന്നതായി ആരെങ്കിലും പറഞ്ഞതായോ താങ്കൾക്ക് നേരിട്ടോ അറിവുണ്ടോ? ഇല്ല, ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ അപകടം നടന്ന സമയത്ത് ഇങ്ങനെ ആരെയോ തള്ളയോ അടിച്ച് വീഴ്ത്തിയിട്ട് ബാറിൽ പോയി എന്നും അത് അവിടെ നിന്ന് മദ്യം കഴിച്ചു എന്നും അവിടെ നിന്ന് മദ്യം വാങ്ങി എന്നും ഓരോ ആൾക്കാർ ഇങ്ങനെ ഓരോ റൂമർ അടിച്ച് വിടുന്ന അത് മൂലമാണ് ഞങ്ങൾ അറിയുന്നത്. അല്ലാതെ അതിനു മുമ്പ് അവനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാറില്ല. ഫർസാന എന്ന പെൺകുട്ടിയുമായി അഫാനുള്ള ബന്ധം, അതിന്റെ സ്വഭാവം താങ്കൾക്ക് അറിയുമോ? അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഭാഗത്ത് ചർച്ചയിൽ അത് വന്നിട്ടില്ല.
ശരി ശ്രീജലീൽ, നമുക്ക് രണ്ടാം റൗണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിൽ അത് ഞങ്ങളുടെ പരിശോധിക്കാം. ഭാഗത്ത് ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. നമ്മളോടൊപ്പം ക്രിമിനൽ അഭിഭാഷക നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, അഡ്വക്കേറ്റ് മായ കൃഷ്ണൻ. അതോടൊപ്പം തന്നെ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ഫെബിൻ ബേബിയും നമ്മളോടൊപ്പം തുടരും ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ഫെബിൻ ബേബി നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ ഫെബിൻ ബേബി, ഇതുവരെ വന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കൊലപാതകത്തിന്റെ കാരണങ്ങളായി താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്രൈമിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒത്തിരി സ്പെക്കുലേഷൻസ് വരുന്നുണ്ട്. ഓരോ ദിവസങ്ങളിൽ പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ ഈ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഈ ഒരു ക്രൈമിനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, ഞാനിങ്ങനെ മനസ്സിലാക്കുന്ന, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് എന്ന് പറയുന്നത് പല വ്യക്തികൾക്കും ഉണ്ട്, കുറേ ആൾക്കാർക്കും ഉണ്ട്. ഇതുപോലെ തന്നെ വീട്ടിൽ ഡിപ്രൈവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന പ്രതിയായിട്ടുള്ള ആൾ ഒരു ഇൻട്രോവേർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഒത്തിരിയേറെ ഒരു എന്താ പറയുക പ്രത്യേകതകൾ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എങ്കിലും ഈ പ്രത്യേകതകളെല്ലാം സമൂഹത്തിൽ പല പല വിഭാഗങ്ങളുള്ള ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടായുള്ള പ്രത്യേകതയാണ്. പക്ഷേ ഈ ഒരു പ്രത്യേകതയിൽ ഇദ്ദേഹം ഇങ്ങനെ മാറി ചിന്തിച്ചത്, അതായത് സ്വന്തം കുടുംബത്തിലെ ഇത്ര ആൾക്കാരെ കൊലപ്പെടുത്തുന്നതും കൂടാതെ ഒരു പെൺസുഹൃത്തിനെ ഞാൻ കൊലപ്പെടുത്തുന്ന രീതിയിലോട്ട് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുള്ള പല കാരണങ്ങൾ പറയാറുണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കാരണങ്ങൾക്കൊരു പഞ്ചമില്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. ഉദാഹരണം പറയാം. ഈ ഒരു ആൾ ഇപ്പോൾ കടബാധ്യത ആണെന്ന് ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള സ്പെക്കുലേഷനിൽ നിൽക്കുകയാണെങ്കിൽ കടബാധ്യത കൊണ്ടാണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു അവസ്ഥ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവരെ കൊന്നുകൊണ്ട് രക്ഷപ്പെടുത്തുക. ഒരു പ്രത്യേക മാനസിക നിലയത് അങ്ങനെ ആകാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇനി ഞാനില്ല, അപ്പം നീയും ഉണ്ടാകേണ്ട ആവശ്യമില്ല, അതായത് എല്ലാം തീർത്ത് കളയുന്നൊരവസ്ഥ. രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് വരുന്നത് പാരൻസിൻ്റെ അടുത്ത് നിന്നാണ്, മാതാപിതാക്കളുടെ അടുത്തു നിന്നും അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നാണ് നമുക്ക് മൊറാലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ, അതായത് നമ്മുടെ ഈ സമൂഹത്തിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒത്തിരിയേറെ റീപ്ലേസ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതായത് പാരൻറ്റിങ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നു. അതായത് പാരൻസിന് സമയമില്ലാത്തൊരവസ്ഥ. പാരൻസിന് സമയമില്ലാത്തത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പാരൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ പാരൻസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞ യൂട്യൂബോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മീഡിയ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് സ്പെഷ്യലായിട്ടുള്ള സൈബർ മീഡിയയിലോട്ടുള്ളൊരു ഇതുണ്ട്. പല കണ്ടന്റുകളും നമുക്കുണ്ട്. അതായത് നമ്മൾ കണ്ടന്റുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഏജിൻ്റെ ബേസിലാണ്, 18+, 13+. പക്ഷേ ഈ 18+, 13+ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനിൽ പുറത്ത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിനകത്തുള്ള വയലൻസുകൾ, ഞാൻ പല കുട്ടികളുടെ അടുത്തും സംസാരിക്കുമ്പം എനിക്ക് വയലൻ്റ് ആയിട്ടുള്ള മൂവീസ് കാണാൻ താല്പര്യം. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമാലിറ്റിയോട് താല്പര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. നമുക്ക് നോർമാലിറ്റിയോട് ഡോക്ടർ ഫെബിൻ ബേബി, എനിക്ക് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലുള്ള ചില വിയോജിപ്പുകളും എൻ്റെ ഒരു എതിർയുക്തിയും ഞാൻ പറയാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ കുടുംബത്തിൻ്റെ മുഴുവൻ കടബാധ്യതകളുടെയും ഉത്തരവാദിത്വം എങ്ങനെയാണ് ഈ 23 വയസ്സുകാരൻ ഏറ്റെടുക്കുക? ഞാൻ പറഞ്ഞ ആ 23 വയസ്സുകാരൻ്റെ മനോനിലയിലൂടെ തന്നെ ചിന്തിക്കാം. അയാൾക്ക് സ്വന്തമായി വരുമാനമില്ല, അയാൾക്കൊരു തൊഴിലില്ല, അയാൾ കുടുംബത്തിന് വേണ്ടി ഇതുവരെ സാമ്പത്തികമായി എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, കുടുംബത്തിൻ്റെ കഷ്ടതകളിലോ ക്ലേശങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ ഒരു താങ്ങായോ തണലായോ നിന്നിട്ടില്ല. പിന്നെ അധ്വാനിക്കുന്ന ഒരു അച്ഛൻ സൗദി അറേബ്യയിലുണ്ട്, ഇവിടെ ഉമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഗുണമാകേണ്ടുന്ന അല്ലെങ്കിൽ അയാൾ അകപ്പെട്ടിട്ടുള്ള, അയാളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന നിലയിലല്ലാതെ കുടുംബത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഞാൻ എന്ന് അയാൾക്ക് സ്വയം ധരിക്കാൻ പറ്റുന്ന ഒന്നും അയാളുടെ 23 വർഷക്കാലത്ത് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇതൊക്കെ ചെയ്തു എന്ന് ഒരു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു യുക്തിയായി നമ്മുടെ മുന്നിൽ നിൽക്കുക? അതായത് ഇതിനെ നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതായത് പല രീതിയിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ട് കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ വെന്റിലേറ്റ് ചെയ്യുന്നൊരു, അല്ലെങ്കിൽ ആ വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സമയത്ത് പല നമ്മുടെ മനസ്സെന്ന് പറയുന്ന അത്ര സങ്കീർണമായിട്ടൊരു അവസ്ഥയിലാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഉത്തരവാദിത്വമല്ല പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിരുന്നു റെസ്പോൺസിബിലിറ്റി ഞാൻ തീർക്കേണ്ടതെന്നല്ല, ഞാൻ എങ്ങനെ, അതൊരു പ്രത്യേക അവസ്ഥയുണ്ട്. നമുക്ക് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകണം, ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയാണ്
എന്നെ ഇത് ചെയ്യിപ്പിച്ചു എന്നുള്ള അഫ്വാൻ്റെ മൊഴിയുടെ ബേസിസിൽ മാത്രമാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് മടിയുണ്ട്, ശരിയാണ്, താങ്കളെ പോലെ എനിക്കും മടിയുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളത്. അതായത് ഹീറോയിസം, അതായത് എനിക്ക് അങ്ങനെ രക്ഷപ്പെടുത്തുന്നു, അതായത് അത് അയാളൊരു ഹീറോയിസമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ആ ഹീറോയിസം നമ്മുടെ പല യുവാക്കളുടെ ഇടയിലോട്ടും വന്നിട്ടുണ്ട്. അതായത് നെഗറ്റിവിറ്റിനെ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതിൻ്റെ അകത്ത് അധ്വാനിക്കുന്ന ഒരാളായിട്ട് മാറുക, അല്ലെങ്കിൽ പിതാവിനെ ഹെൽപ്പ് ചെയ്യുക, മാതാവിൻ്റെ അസുഖത്തിൽ കുടുംബത്തിന് താങ്ങായി നിൽക്കുക പിതാവിൻ്റെ അഭാവത്തിൽ. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഹീറോയിസം എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മളൊരു മാറിപ്പോകുന്നൊരു ഹീറോയിസം, അതായത് ഡീവിയൻ്റ് ആയിട്ടുള്ള ഹീറോയിസത്തിലോട്ട് മാറുന്നു. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, ആ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച്, അതായത് ഡീവിയൻ റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മളതിനെ പറയാം, ആ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഞാൻ സംസാരിച്ചത്. അങ്ങനെയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് മായ കൃഷ്ണൻ മാഡം, ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇയാളുടെ ഈ കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ മുന്നിൽ 4 സാധ്യതകളാണ് മാഡം ഞാൻ മനസ്സിലാക്കുന്നത്. 1, സാമ്പത്തിക പ്രതിസന്ധി; 2, ഈ ഫർസാനയുമായുള്ള പ്രണയം അംഗീകരിക്കാത്തതിലുള്ള വ്യക്തിപരമായ പ്രതികാരമോ പകയോ; 3, മദ്യം, മയക്കുമരുന്ന് പോലെ ലഹരിക്ക് അടിമയായി ചെയ്തത്; അല്ലെങ്കിൽ 4, മാനസിക വൈകൃതം. ഇതിൽ 4ാമത്തെ പോയിന്റ്, അതായത് പോലീസിൻ്റെ അന്വേഷണത്തിൽ എവിടെയെങ്കിലും വെച്ച് ഇയാൾ ആദ്യം 15ാം വയസ്സിൽ മൊബൈൽ ഫോൺ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അന്നും ഇതുപോലെ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇപ്പോഴും അതേ സമാനമായ രീതിയിൽ അയാൾ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതുൾപ്പെടെ ഇയാളുടെ മനോനിലയിലെ തകരാറാണ് പ്രശ്നമെങ്കിൽ ഈ 23-കാരന് കോടതിയുടെ ഒരു കനിവ് കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് ഈ കേസിനെ കോടതിയുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ ഏത് ദിശയിലായിരിക്കണം അന്വേഷണം പോകേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത ഉണ്ടാകേണ്ടത്? സത്യത്തിൽ നമ്മൾ ഈ വിഷയം കേൾക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ട, എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ പറഞ്ഞതുപോലെ, ഗോപി പറഞ്ഞതുപോലെ തന്നെ ഈ 4 ഏരിയയിലും കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഏത് ഏരിയയിലേക്കാണ് എത്തേണ്ടത് എന്ന് കൃത്യമായ അന്വേഷണം തന്നെ നടത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ പറയുന്ന സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ, നേരത്തെ അദ്ദേഹം പറഞ്ഞതിനോട് തന്നെ എനിക്കും അത്തരൊരു യോജിപ്പ് തോന്നുന്നു. കാരണം 23 വയസ്സിനിടയിൽ അത്തരൊരു ബാധ്യത ഏറ്റെടുത്തതായിട്ടോ, അത്തരൊരു ബാധ്യതയുടെ പുറകെ നിന്നതായിട്ടോ, അല്ലെങ്കിൽ അത്തരം ബാധ്യത ചുമലിലെടുക്കുന്ന ഒരാൾ, ഇപ്പം ലക്ഷറി അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇത് ഉള്ളതാണോ റൂമേഴ്സ് ആണോ എന്നറിയില്ല. ഇനി അത് ഉള്ളതാണ് എന്ന് വിചാരിച്ചാൽ അത്തരത്തിൽ ഏതെങ്കിലും കുടുംബത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുകയോ അത്തരം ഏതെങ്കിലും തരത്തിൽ വേദനയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. 2, ഈ കുട്ടിയുമായിട്ടുള്ള പ്രണയബന്ധം ഇവർ നിരസിച്ചതാണ് കാരണമെങ്കിൽ ചെറിയ കുട്ടി അടക്കമുള്ള ആളുകളെയാണ് കൊലപാതകം നടത്തി ആൾ തീർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ചെറിയ കുട്ടിയെ അടക്കം വരുന്ന ഒരു കാര്യത്തിൻ്റെ അകത്ത് കുടുംബം മുഴുവൻ തീർക്കുക എന്ന് പറയുന്ന ഒന്നാണ് അയാൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അതും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് മദ്യം പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയോ ഒക്കെ. അത്തരത്തിൽ മാനസിക വിഭ്രാന്തി ഇത്രയും നാളായിട്ട് ഇപ്പോൾ പോലീസ് ഇന്നലെ മുതൽ ഇത് അന്വേഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത്തരം മാനസിക വിഭ്രാന്തി ഉള്ളതായിട്ട് കണ്ടെത്തുന്ന കാര്യത്തിൽ നമുക്ക് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മദ്യത്തിൻ്റെ ഇൻടോക്സിക്കേഷൻ്റെ ആണെങ്കിലും അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വളരെ കൃത്യമായി പ്ലാനിങ് നടത്തിയിട്ടുള്ള, അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഒരു പെട്ടെന്നുള്ള ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനായിട്ടോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരം മെൻ്റൽ ഇൻടോക്സിക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്ന വിധത്തിലല്ല കാര്യങ്ങൾ പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം രാവിലെ വളരെ കൃത്യമായിട്ട് 10 മുതൽ 5 വരെ വളരെ പ്ലാനായിട്ട്, അതായത് ആദ്യമേ ഫാദറിൻ്റെ ഉമ്മയെ പോയി കൊല്ലുന്നു, അതിനുശേഷം വന്നിട്ട് അടുത്ത കാര്യം ചെയ്യുന്നു, അതിനുശേഷം വന്നിട്ട് സുഹൃത്തിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നു, അതിനുശേഷം കുട്ടിയെ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അതിൻ്റെ ഉള്ളിൽ അമ്മയോട് ഇത് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്ലാനായിട്ട് ആൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് സ്പെസിഫിക് കേസായിട്ട് എടുത്ത് പഠിച്ച് തന്നെ പോലീസിന് ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്ന് പറയുന്നത് വളരെ കൃത്യമായി പഴുതടച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് പോകേണ്ടതെന്നുള്ളതാണ്. പിന്നെ 2ാമത്തെ, നേരത്തെ ഇവർ ആദ്യമേ സൂചിപ്പിച്ചതുപോലെയുള്ള ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഇയാൾക്ക് വന്നിട്ടുള്ള മോട്ടീവ് എന്താണ്, ഇയാൾ ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് എന്താണ്, ഏത് തരത്തിലാണ്. ഇപ്പോൾ സുഹൃത്തുക്കളില്ലാത്ത ഒരാളാണെന്ന് പറയുന്നു, വളരെ കൃത്യമായിട്ട് നാട്ടുകാരോടെല്ലാം വളരെ നന്നായി പെരുമാറുന്ന ഒരാളാണെന്ന് പറയുന്നു, മതപരമായ കാര്യങ്ങൾക്കകത്ത് വളരെ നന്നായിട്ട് ഇടപെടുന്ന ഒരാളാണെന്ന് പറയുന്നു. ഇതെല്ലാം ആയിരിക്കുമ്പോഴും ആളുകളെ കാണുമ്പോൾ വെറും ഹായ് ബന്ധം മാത്രമാണ്. അപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നോ സുഹൃത്തുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ അങ്ങനെ ഇയാൾ അഫാൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല.
പോകുന്നില്ല. അപ്പോൾ അത്തരം നമ്മൾ കുറേ ചില സമയത്ത് പറയും അങ്ങനെ കൂട്ടുകൂടി നശിക്കുന്നു എന്ന് പറയുന്ന സാധനങ്ങൾ ആളുകൾ പറയാറുണ്ട്. എനിക്ക് നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, മനുഷ്യൻ്റെ അത്തരം സാമൂഹിക ജീവിതം കുറച്ചും കൂടി നമ്മൾ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇത് രാവിലെ വഴി കൂടി പോകുമ്പോൾ ആളുകളോട് മിണ്ടുക പോലും ചെയ്യാതെ ഹായ് എന്ന് പറഞ്ഞു പോവുകയും ഈ അവസാനം പറഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെ ഇതിനെ ഒരു സാമൂഹിക വിപത്ത് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഇഫ് വി ഫോക്കസ് ഓൺ ദി സ്പെസിഫിക് ഇൻസിഡൻറ്റ്, ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധയൂന്നി നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ കാരണങ്ങളിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം ചെന്നെത്തേണ്ടത്. അതാണ് കോടതിയിലേക്ക് എത്തേണ്ട കാര്യം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ ഇത് വളരെ ആസൂത്രിതമായിട്ടാണ് ചെയ്തിട്ടുള്ളത്, മാഡം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ. കാരണം കൃത്യമായ കാൽക്കുലേഷൻസ് അയാൾക്കുണ്ട്. ആദ്യം അയാൾ അമ്മയെ, ഒരു അപകടമായിരിക്കാം, അമ്മ മരിച്ചു എന്ന് കരുതുന്നു. അതിനുശേഷം പിന്നീട് അയാൾ നേരെ അച്ഛൻ്റെ അമ്മയെ കൊല്ലുന്നു, സ്വർണ്ണമാല എടുക്കുന്നു, അതുകൊണ്ട് പണയം വെക്കുന്നു, അതിലെ ഒരു തുക കടം വീട്ടുന്നു. അപ്പോൾ അവിടെ ഈ ഒരു കാരണവസ്ഥാനത്തുള്ള ലത്തീഫിൻ്റെ ഫോൺ വരുന്നു. അതിൽ വീണ്ടും പ്രകോപിതനാകുന്നു, ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നെ ഫർസാനിയെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ അനിയൻ എത്തേണ്ട സമയമാണ്, അനിയന് ഭക്ഷണം വാങ്ങാൻ അയക്കുന്നു. അങ്ങനെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് അയാൾ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അത് സ്വബോധത്തോടു കൂടിയല്ലേ അത് നടക്കൂ? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്ലാനിങ് നടക്കും? സ്വബോധത്തോടു കൂടിയാണ്. പക്ഷേ ആ നയിച്ച ബോധം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുവരേണ്ടത്. കാര്യം അത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി, ഞാൻ അതാണ് പറയാൻ ശ്രമിച്ചത്, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ നടത്തിയതിന് പിന്നിൽ അത്തരത്തിൽ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു സീരിയസ് കില്ലിംഗ് പരിപാടിയാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യത്തിലേക്ക് നയിച്ച് അയാൾ ആ ബോധം അത് എന്താണ് എന്നുള്ളതാണ് എനിക്ക് ഒന്ന് പരിശോധിച്ച് കൃത്യമായിട്ട് ഇതൊരു സ്പെസിഫിക് കേസായിട്ട് അയാളുടെ മനോനിലയെ അടക്കം അയാൾ ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ അടക്കം ഇത് എന്തുകൊണ്ട് എന്നുള്ളത് കൃത്യമായ അന്വേഷണം നടത്തേണ്ട ഒന്ന് തന്നെയാണ്. അത്തരം അന്വേഷണം നടത്തുകയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ കോടതിയിലേക്ക് അടക്കം എത്തുന്ന സാഹചര്യത്തിൽ 23 വയസ്സാണ് നമ്മൾ നമ്മളടക്കം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 23 വയസ്സുള്ള ഒരു കുട്ടി തന്നെയാണ്. നമ്മളിപ്പോൾ 23 എന്ന് പറയുന്ന വലിയ പ്രായമൊന്നുമല്ല. അപ്പം അത്തരം പ്രായം, ആകെ ചെറിയ കുട്ടിയെ അടക്കം വലിയ സ്നേഹം ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ഇത്തരത്തിൽ ചെയ്തു. ഇത് വളരെ പ്ലാൻഡാണ്. ആ പ്ലാൻ ഇല്ലെങ്കിൽ കാര്യം ഇത് ഒരു സ്ഥലത്തും പിടിച്ചിട്ടില്ല, ഒരു സ്ഥലത്തും സൗണ്ട് കേട്ടിട്ടില്ല, ഒരു സ്ഥലത്തു നിന്നും അയാൾ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്ന സമയത്തല്ലാതെ ഈ കാര്യം യാതൊരു വിധത്തിലും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് പ്ലാനിങ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാനിങ് സ്വാഭാവികമായ ബോധത്തിൻ്റെ അകത്ത് നിന്ന് ഒരാൾ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതാണ് കാര്യം. അതിലെല്ലാം പ്ലാൻഡായിരുന്നു, പക്ഷേ അയാളെ നയിച്ചിട്ടുള്ളത് ഏത് തരം ബോധമാണ് എന്നുള്ളതാണ്. ശരി ജോർജ് ജോസഫ് സാർ, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ഈ കൊലപാതകമൊക്കെ ചെയ്ത ശേഷം കുളിച്ച് വൃത്തിയായി വേഷം മാറിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് സുഹൃത്തിനെ വിളിച്ചു പറയുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെന്ന്, ആരോടോ കൈ കാണിക്കുന്നു, ഞാൻ പോയി ഒപ്പിട്ടിട്ട് വരാമെന്ന് പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഗ്യാസ് തുറന്നിടുകയാണ്. അപ്പോൾ പക്ഷെ കൊലപാതകം നടന്നിരിക്കുന്ന ആ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ വീട് മാത്രമല്ല, പേരുമലയിലെ വീട് മാത്രമല്ല, പാങ്ങോടുണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലത്തുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഇത് ഇങ്ങനെ സംഭവിച്ചാണെന്ന് വരുത്തി തീർക്കാൻ അയാൾക്ക് കഴിയില്ലല്ലോ. നേരത്തെ ഈ സ്വർണ്ണമാല കൊണ്ടുപോയി പണയപ്പെടുത്തി പൈസ വാങ്ങി കടം വീട്ടുന്നു. ഇതൊക്കെ തന്നെ ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാക്കിക്കൊണ്ട് ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് എന്ന് നമ്മൾ കരുതണോ? അതോ വളരെ ആത്മാർത്ഥമായി അയാൾ ഈ പൈസ കൊടുത്ത് കടം വീട്ടാൻ ശ്രമിക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പിന്നെ ഒന്നൊന്നായി നടത്തുകയുമായിരുന്നു, അങ്ങനെയാണോ നമ്മൾ കരുതുക? ഈ രണ്ട് ഭാഗത്തോട്ടും ഞാൻ വരുന്നില്ല. കാരണം ഇപ്പം നമ്മൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10, 40, 50 വർഷമായി വ്യക്തിത്വ രൂപീകരണത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം പരാജയപ്പെട്ടല്ലോ. എത്ര കേസായി. അത് കുട്ടികളെല്ലാം ആ രീതി വ്യക്തിത്വ രൂപീകരണത്തിൽ പരാജയപ്പെട്ടു പോയി നമ്മുടെ വിദ്യാഭ്യാസം. പിന്നെ മലയാളിയുടെ ശാരീരിക, മാനസിക, വൈകാരിക തലത്തിലെ വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞു. അതാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്ന കാരണം. പിന്നെ ഇയാൾ നല്ല അഡിക്ഷനാണ്, ചെറുപ്പം മുതലേ അടിക്കുന്നുണ്ട്, ആരും അറിയുന്നില്ല. കിട്ടിയ പണം മുഴുവൻ ഇയാൾ മദ്യപിച്ച് തീർക്കും. അതുതന്നെയല്ല, ഇയാൾ ഡ്രഗ്സ് അടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഇയാളെ ആരോ ഗൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് സംശയം. കാരണം ആൽക്കഹോളിസം ആണ് മെയിനായിട്ട് ഇയാൾ നമ്മളിപ്പം മനസ്സിലാക്കുക. കാരണം ഓരോ കൊലപാതകത്തിനിടയ്ക്കും പോയി അടിക്കുകയാണ്. അപ്പോൾ സാമ്പത്തിക പ്രയാസം മാറാനായിട്ട് പലരും തിരുവനന്തപുരത്ത്, എനിക്ക് പലരും അറിയാം,
തകർന്ന് തരിപ്പണായി കഴിഞ്ഞാൽ പിന്നെ ചില മന്ത്രവാദം പൂജ ചെയ്തിട്ട് അവർ പോവുകയാണ്. ഈ പയ്യനും അങ്ങനെ പോയി എന്ന് കണക്ക്. കാരണം ഇയാൾ രാത്രി മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ, ആരും അറിയില്ല, 2 വീലറിൽ പോവും. അതുകൊണ്ടാണ് ഇയാൾ മണ്ണന്തല ഭാഗത്ത് വെച്ച് ഇയാളെ CCTV ദൃശ്യത്തിൽ കണ്ടിട്ടുണ്ട്. ഇയാൾ എവിടെയാണ് പോകുന്നത്? ആ പരിസരത്തുള്ള ആരുമായിട്ട് ഇയാൾ ഒരു സംസർക്കവും ഇല്ല, ഒരു മനുഷ്യനായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. സാമ്പത്തിക ഭാഗമെന്ന് പറഞ്ഞത് അത് ഇയാൾ അതിനൊരു ഡിഫൻസ് പറയുന്നതേ ഉള്ളൂ. ഒന്നും പരസ്പരം പൊരുത്തപ്പെടുന്നില്ല. വല്യമ്മയെ കൊന്നത് പൈസ അടിക്കാനാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം നേരത്തെ മുതൽ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളൊരു കാറ് വിറ്റിട്ട് 2.5 ലക്ഷം രൂപ ആയിരുന്നെങ്കിൽ അതിൽ 3-4 ലക്ഷത്തിന് പിന്നെ അത് വിറ്റു. കാരണം അമ്മ പിതാവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അതും കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഞാൻ കണ്ടു. അവന് പ്രാന്താണ് എന്ന് അന്ന് പറഞ്ഞെന്ന് ഇവനെ. കാരണം ഈ കുട്ടിയുടെ വളർച്ച നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം ഒരു പാരനോയിഡ് സ്ക്ലിസോഫീനിയ തന്നെ. അല്ല ജോർജ് ജോസഫ് സാർ, ശരി, ഈ അഫാനെ നമുക്ക് അങ്ങനെ കരുതാം. ജോർജ് ജോസഫ് സാർ, അഫാനെ നമുക്ക് അങ്ങനെ കരുതാം. പക്ഷെ എനിക്ക് ഈ ഒരു അത്ഭുതം തോന്നി, അതിൽ വിചിത്രമായി തോന്നിയത് ഈ ഇപ്പോൾ ICUവിൽ കിടക്കുന്ന, ജീവിതത്തോട് മല്ലിട്ടുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നിൽക്കുന്ന ഉമ്മയുണ്ടല്ലോ, ഫെമി, അവർക്ക് ബോധം വന്നപ്പോൾ ആകെ അന്വേഷിച്ചത് ഇളയ മകനെ കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കാം അവർ മൂത്ത മകനെ, ഈ അഫാനെ അന്വേഷിക്കാതിരുന്നത്? അതിനൊരു കാരണമുണ്ടാകണ്ടേ? അല്ല, തീർച്ചയായിട്ടും അവരുടെ കഴുത്തിലൊരു ഷാളിട്ട് മുറുക്കി അമ്മ. ആ മുറുക്കിയ ശേഷം അവരെ ചുറ്റിയേക്ക് അടിച്ചു. അതിലോട്ട് വരണം അത്. അതിനുശേഷം അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടാണ് ഇവൻ പോകുന്നത്. അപ്പം ഇതൊന്നും പരസ്പരം ഒന്നും ബന്ധപ്പെടാൻ പറ്റുന്നത്. അമ്മയെ ഉപദ്രവിച്ച് കൊന്നു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിചാരിക്കുന്നില്ല. അവർ പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് അവർക്ക് ബോധം വന്നപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അങ്ങ് ഇനി തിരിച്ചു വരെ 7.5 വർഷമായിട്ട് അവിടെ ജയിലിൽ കിടക്കുന്ന പോലെയൊക്കെ തന്നെ. സാമ്പത്തികമായിട്ട് 10-65 ലക്ഷം രൂപ ഇവർക്ക് കടമുണ്ട്. ഇത്രയും ഇവർക്ക് വരുമാനത്തിൽ കൂടിയ അവിടെ 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ലക്ഷറി ആയിട്ടൊരു വലിയൊരു വീട് വെച്ചു. ഇത് മലയാളിയുടെ പൊതു സ്വഭാവമാണ്. ഒരു വരുമാനവും ഇല്ലെങ്കിലും മലയാളി എന്തു ചെയ്യും? ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു വരുമാനം, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനായാലും ശരി, ഒരു മൊബൈൽ വാങ്ങിക്കും. അതിനടുത്ത സ്റ്റേജ് എന്താണ്? ഒരു കാറ് വാങ്ങിക്കും. ഒരു വരുമാനവും ഇല്ല, പക്ഷെ വാങ്ങിക്കും. ഇവിടെ പല ഈ നമ്മൾ മേസ്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ബെൻസ് കാറി വരുന്നത്. അതൊക്കെ വേറെ ചീറ്റിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം ഇവിടെ നമ്മൾ രാഷ്ട്രീയക്കാർ ഇതുവരെ പഠിപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ ബക്കറ്റ് എടുത്ത് പിരിക്കാനാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലയാളികൾ കഴിഞ്ഞ 50 വർഷമായിട്ട് അത് വ്യക്തിത്വ രൂപീകരണത്തിൽ മലയാളികൾ അമ്പയെ പരാജയപ്പെട്ടു, വിദ്യാഭ്യാസം പരാജയപ്പെട്ടു. സത്യവും നീതി എന്താണെന്ന് മലയാളിക്ക് അറിയത്തില്ല, ഫ്രോഡ് മാത്രമേ മലയാളിക്ക് അറിയത്തുള്ളൂ. ആരെ പറ്റിച്ചും പൈസ ഉണ്ടാക്കും. വികലമായ ചിന്തയുടെ ഉടമകളാണ് ഇപ്പോഴത്തെ തലമുറ മുഴുവൻ. താങ്കളുടെ നോട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഫെമി മൂത്ത മകനെ അന്വേഷിക്കാതെ ഇളയ മകനെ മാത്രം അന്വേഷിച്ചത് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ? അത് അമ്മയല്ലേ, ഞാൻ അങ്ങനെയാണ് കരുതി. എനിക്കത് അന്നേ സ്ട്രൈക്ക് ചെയ്തു. അവരെ അടിച്ചത് മകൻ ഈ മൂത്ത മകനെ എന്ത് സംഭവിച്ചെന്ന് അവർക്കറിയില്ല. ബാക്കിയുള്ളവർ മരിച്ചവരും അവർക്ക് ഇന്നും അറിയത്തില്ല. അവർക്കാകെ ഏറ്റവും കൂടുതൽ ഇളയ മകനിലെ പ്രതീക്ഷയുള്ളൂ. ഇവനൊരു വട്ടനാണെന്ന് അവർക്കറിയാം. കാരണം അത് നേരത്തെ മുതൽ 8 വർഷം മുമ്പ് ഇവൻ വിഷമടിച്ചതാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇവൻ ഇത്രയും പേരെ കൊന്നിട്ട് ഇവൻ വിഷമടിക്കാതിരിക്കുന്നത്, വിഷം അടിച്ചെന്ന് പറഞ്ഞെങ്കിലും ഇവൻ ചാകാത്തതെന്ത്? ശരി, എന്റെ സംശയമാണ് ഞാൻ താങ്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് താങ്കൾ അതിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ താങ്കൾ അതൊന്ന് തിരുത്തി തരിക. നമ്മൾ ഇതിനിടയിൽ സംസാരിച്ചൊരു കാര്യമാണ്, കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നു, അതിനുള്ള വഴികൾ അഫാൻ തേടിയിരുന്നുവെന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഒന്നാകെ ജീവിതം അവസാനിപ്പിക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ ഉമ്മ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ, അതായത് ബോധത്തിലേക്ക് തിരികെ വരുമ്പോൾ മൂത്ത മകനെ കുറിച്ച് അന്വേഷിക്കുക എന്നത് അല്ലേ അതിലെ സ്വാഭാവികത? അന്വേഷിക്കാതിരിക്കുന്നത് അതിലെ അസ്വാഭാവികതയല്ലേ? അല്ല. കാരണം മൂത്ത മകന് തള്ളയെ പണ്ട് മുതലേ ഉപദ്രവിക്കുന്നതാണ്, നമുക്കറിയില്ലല്ലോ. കാരണം അവരുടെ ഹസ്ബൻഡിനെ കാണാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ കുടുംബം അടച്ചിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നു. കടത്തിൻ്റെ പുറത്താണ് പോകുന്നത്. അത് ആ അമ്മയുടെ കഴിവാണ്. അവർ നല്ല കഴിവുള്ള സ്ത്രീയായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം മൂത്ത മകൻ ക്രിമിനലായാലും പ്രൊട്ടക്റ്റ് ചെയ്യും അമ്മ. നമ്മൾ ഈയിടെ കണ്ട് ഞാൻ ജയിലിൽ കിടക്കുന്നവന് കഞ്ചാവ് ചെറുപ്പം പോലെ അടിക്കുന്ന അമ്മ കഞ്ചാവുമായിട്ട് ജയിലിൽ പോയി മകന് കൊടുക്കാൻ അത് അവിടെ പിടിച്ചു അമ്മയെ. അപ്പോൾ അമ്മമാരുടെ സ്നേഹം അങ്ങനെയാണ്. ക്രിമിനലായാലും എന്തായാലും ഈ അമ്മ നല്ലൊരു അമ്മയായതുകൊണ്ടാണ്. ഇവൻ കുഴപ്പക്കാരാണെന്ന് അവർക്കറിയാം. പക്ഷേ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചപ്പം ഇളയ മകനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയം. അതേ ചോദിച്ചത് അവർ.
അല്ലാതെ ഈ ബാക്കി കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ഇവർ കൂട്ടാത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ് ഈ വട്ടം പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇവനൊരു അഷ്ടവക്രമുള്ളവനാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവൻ്റെ കോംപ്ലക്സ് നേച്ചർ അങ്ങനെയാണ്. 5-8 തരത്തിലാണ് പോകുന്നത്, ഒന്നും നമുക്ക് പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവൻ ഭൗതിക ജീവിതത്തിൻ്റെ ദൊരയുള്ളവനാണ്. കടം വാങ്ങിച്ച് എന്തായാലും ലക്ഷറി ലൈഫാണ്. ആ രാത്രി ആയിക്കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ടാണ് അവന് 2 വീലർ സഞ്ചരിക്കുന്നത്, അത് ആ അമ്മയ്ക്കറിയാം. അപ്പോൾ ആ അമ്മ പറയുന്നത് കേൾക്കത്തുമില്ല. അതേസമയത്ത് സാമ്പത്തികമായി അവർ തകർന്നു. അമ്മയുടെ മിടുക്കുകൊണ്ട് 65 ലക്ഷം കടം വാങ്ങിച്ചാണ് അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മകനെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നറിയാം. ഇവർ ആത്മഹത്യക്ക് അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നോക്കിക്കോളൂ, അവർ സ്വബോധം വരുമ്പോൾ ചോദിച്ചോ, അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഇവനത് ഉണ്ടാക്കുന്ന കഥകളാണ്. അതുകൊണ്ട് ഇവനെ അന്ധവിശ്വാസിയാണ് ഇവന്. അതിലോട്ട് വരും ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഏതായാലും നമുക്ക് താങ്കൾ പറഞ്ഞതുപോലെ അതിൽ ചുരുളഴിയാതെ കിടക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഈ കേസിന്റെ വസ്തുതാന്വേഷണം എന്നത് കേവലം ഇതിലെ പ്രതിയായ 23-കാരൻ അഫാന്റെ വായിൽ നിന്ന് വരുന്ന മൊഴികളിൽ നിന്നും മാത്രമല്ല, ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മ ഫെമിയുടെ വായിൽ നിന്ന് വരുന്ന വിവരങ്ങൾ കൂടിയായിരിക്കും അതിനെ നിർണ്ണയിക്കുക എന്ന് നമുക്ക് കരുതാം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ഫിബിൻ ബേബി നമ്മളോടൊപ്പമുണ്ട്, അഭിഭാഷകയുണ്ട്, ശ്രീ ജലീൽ അവരുടെ ബന്ധുവും നമ്മളോടൊപ്പമുണ്ട്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു, നമുക്ക് തിരികെ എത്താം ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്. ഡോക്ടർ ഫിബിൻ ബേബി, 2 കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം. ഒന്ന്, ഈ കുടുംബത്തിൻ്റെ കടബാധ്യതയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെങ്കിൽ ഫർസാനയെ വീട്ടിലുണ്ടായിരുന്ന ആളല്ല, വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി കൊല ചെയ്തതിന് പിന്നിലുള്ള കാരണം. 2, സ്വന്തം മകൻ്റെ അടിയേറ്റ് വീണ് കിടക്കുന്ന അമ്മ ബോധം വരുമ്പോൾ മൂത്ത മകനെ അന്വേഷിക്കാതെ ഇളയ മകനെ മാത്രം അന്വേഷിച്ചു. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതായത് ആ ഇളയ മോനെ അന്വേഷിക്കണമെങ്കിൽ അങ്ങനെ അത് ആ വാർത്ത കറക്റ്റാണെങ്കിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകുന്ന ആളെ, അല്ലെങ്കിൽ എന്താ പറയുക, വിക്റ്റിമാകാൻ ചാൻസ് ഉള്ള ആളെ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം, ആ അമ്മ അറിഞ്ഞിരിക്കണം. അതായത് ഇളയ മോനെ മൂത്ത മോനെ അന്വേഷിക്കുക അല്ലെങ്കിൽ ആക്രമിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു നോഷൻ ആൾക്കുണ്ടായിരിക്കണം. അതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഇളയ മോൻ ഓൾറെഡി ഒരു വാത്സല്യമുണ്ട് ഒന്ന്, പക്ഷേ എങ്കിലും ആ മൂത്ത മോൻ ഇളയ മോനെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ആ ഉമ്മ പേടിച്ചിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഉമ്മയെ ഇല്ലാതാക്കുകയും ഇളയ മകനെ ഇല്ലാതാക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു നില ഈ മൂത്ത മകനുണ്ട് എന്ന് ഉമ്മ സംശയിച്ചിരിക്കണം, അല്ലേ? സംശയിച്ചിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 മക്കളെ ഒരേ രീതിയിൽ കാണുന്ന ആൾക്കാരല്ലേ അമ്മമാരെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇളയ മോനെ അന്വേഷിച്ച് രണ്ടാമത് മൂത്ത മോനെ അന്വേഷിക്കണമല്ലോ. പക്ഷേ മൂത്ത മോനെ അന്വേഷിക്കാതെ ഇളയ മോനെ മാത്രം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംഭവത്തിന് നമുക്ക് സംശയിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു രീതിക്ക് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ആ പെൺ സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ആ നമ്മൾ എന്താ പറയുക, സെൽഫായിട്ട് ഒരു ബോധമുണ്ട്. അതായത് എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ആൾ പിന്നെ ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്തൊരു ഇതുണ്ട്. അത് നമ്മൾ പല ക്രൈമുകളും കാണാറുണ്ട്. അതായത് എനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആൾ പിന്നെ ജീവിക്കണ്ട എന്നൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്നാകാം എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ആളെ വിളിച്ചു വരുത്തി അത് പ്ലാൻഡ് ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൊലപാതകം ചെയ്തതിന് ശേഷം ആളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നു, അങ്ങനെ കൊലപ്പെടുത്തുന്നു. അത് കൊലപ്പെടുത്തുന്ന രീതി തന്നെ നമ്മൾ കാണണം. അതായത് ഒരു തവണയല്ല, ഒത്തിരി തവണ അത്രയധികം വയലൻസോട് കൂടിയാണ് കൊലപ്പെടുത്തുന്നത്. അത് അങ്ങനെ ആകാനാണ് ചാൻസ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാൻ താല്പര്യമുള്ളത്. മായ മാഡം, ഇതിൻ്റെ സീക്വൻസുകൾ പരിശോധിച്ചാൽ നമ്മൾക്ക് ആദ്യം കിട്ടിയ വിവരം ഈ അഫാൻ എന്നയാൾ പേരുമല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നത്, വെഞ്ഞാറമൂട് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നത്, ഞാൻ 6 പേരെ കൊന്നുവെന്നാണ്, കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളോ ഇന്ന സ്ഥലങ്ങളിൽ എന്ന് പറയുകയാണ്. പോലീസ് അത് ആദ്യം വിശ്വസിച്ചില്ല. പിന്നീടാണ് അവർ അവിടെ ചെന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചത്. അപ്പോൾ അഫാൻ എന്ന് പറയുന്ന ഇതിലെ പ്രതി പോലീസിന് കൊടുത്ത വിവരം സത്യസന്ധമായിരുന്നു. അത് സത്യസന്ധമായിരുന്നെങ്കിൽ ഈ കൊലപാതകം ചെയ്യാനിടയായ കാരണങ്ങളെക്കുറിച്ച് അഫാൻ പറഞ്ഞ വിവരങ്ങളും സത്യസന്ധമായി നമുക്ക് കാണാൻ കഴിയുമോ? ഇനി അത് സത്യസന്ധമായി പരിഗണിക്കാൻ കഴിയില്ലെങ്കിൽ പോലീസ് ഏത് കാര്യത്തിനാണ് തെളിവുണ്ടാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഇയാൾ പറയുന്ന സമയത്ത് മാത്രം നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്. അത് ഞാനും യോജിക്കുന്നു. കാര്യം ഇയാൾ വന്ന് പറഞ്ഞത് വളരെ കൃത്യമായി, ഇത്ര 6 പേരെന്ന് പറഞ്ഞ് ഇവർ ഞെട്ടുവാണ് ചെയ്തത്. ഇപ്പോൾ ഉമ്മയുടെ കാര്യത്തിലും ഉമ്മ മരിച്ചു എന്ന് തന്നെയാണ് അയാൾ വിചാരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ ഇയാൾ 6 പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു.
അതിനുശേഷം വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എല്ലാം ഇയാൾ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിൽ ഗ്യാസ് തുറന്നു വിട്ട് അതിൻ്റെ ഒരു പൊട്ടിത്തെറിയോ എന്തായിരിക്കും ഇയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, അത് മാത്രമാണ് നടക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇയാൾ പറയുന്ന കാരണങ്ങൾ തന്നെ ശരിക്കും കോൺട്രഡിക്ഷൻ ആയിട്ടാണല്ലോ പറയണത്. ഒന്ന്, ഇപ്പോൾ പ്രണയനൈരാശ്യം എന്ന് പ്രണയത്തെ എതിർത്തു, പ്രണയവുമായി ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അച്ഛൻ്റെ ഉപ്പയുടെ ചേട്ടൻ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരതിനെ എതിർത്തത് കൊണ്ട് അദ്ദേഹത്തെ കൂടി തീർത്തു. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഫാദറിൻ്റെ ഉമ്മയെയും ഫാദറിൻ്റെ ചേട്ടനെയും ഭാര്യയൊക്കെ എന്ന് തീർക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറയുന്നതിൻ്റെ ആവശ്യം, അത് രണ്ട് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഇവരുടെ കുടുംബത്തിലുള്ളതല്ലല്ലോ, അവർ വേറൊരു സെപ്പറേറ്റ് ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആളുകളെ കൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ പ്രണയത്തെ വീട്ടുകാരെതിർത്തതാണ് ഇപ്പോൾ ഈ പറയുന്ന ലത്തീഫ് എന്ന് പറയുന്ന ഇവരുടെ വിഷയങ്ങൾക്കകത്ത് അടക്കം ഇടപെടുന്ന ഒരാളായതുകൊണ്ട് അയാൾ വന്ന് ചോദ്യം ചെയ്തത് കൊണ്ട് അയാൾ അതിനെ എന്തോ എതിർത്തിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലൊരു സ്റ്റോറി കണ്ടു. എനിക്കറിയില്ല അത് കറക്റ്റാണോ എന്ന്. അപ്പോൾ അത്തരം ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എതിർപ്പ് കൊണ്ട് ചെയ്തു എന്ന്. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഈ ചെറിയ കുട്ടിയെ അടക്കം എന്തുകൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്, കൊന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് ഒരു ഭയങ്കര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാരണങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് കറക്റ്റായിട്ടുള്ള അന്വേഷണം. ഇപ്പോൾ മനോനില അടക്കമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന സെക്ഷൻ 22 ആണെങ്കിലും സെക്ഷൻ 36 BNS ഒക്കെ നമ്മൾ അത് എടുത്ത് നാളെ ഇത് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അവിടെയെല്ലാം ഇതിൻ്റെ അകത്തെ മോട്ടീവ് എല്ലാം വളരെ കൃത്യമായിട്ട് പഴുതടച്ച് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരം ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ, ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള ഇത്തരം ഒരു അവസ്ഥയെ അതിനെ അങ്ങനെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് തന്നെ എടുക്കേണ്ടതുള്ളതാണ്. അത് അയാൾക്ക് മാത്രമുള്ള ഒരു ഉത്തരവാദിത്വം. ഇത് ഭയങ്കരമായി ഭീകരമായ ഒരു ഇൻസിഡൻ്റ് ആണ്. പക്ഷേ അത് ഈ കാലത്ത് മാത്രം നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഇത്തരം കേസുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കി ഇതിനു മുമ്പും ഒക്കെ നടന്നിട്ടുണ്ട്, എക്കാലത്തും ഇങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ നടക്കുന്ന ഇൻസിഡൻറ്റുകളെല്ലാം അപലപിക്കപ്പെടേണ്ടതാണ്. അതല്ലാതെ ഈ കാലത്തെ കുട്ടികൾ മാത്രം ഇനി ഈ കുട്ടി ഇങ്ങനെ ചെയ്തത് കൊണ്ട് മുഴുവൻ കുട്ടികൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ അങ്ങനെ ഒരു വാർത്ത വായിച്ചു, അതായത് പുറത്തു പോയിട്ട് വരുന്ന ആൺകുട്ടികളുള്ള മാതാപിതാക്കൾ ഇനി ഭയങ്കര ഭയചകിതരായിട്ടിരിക്കും, എടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാജറേഷൻസ് അങ്ങനെ അതിനെ എടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. കാരണം കുട്ടികൾ എല്ലാ കാലത്തും, കുട്ടികളെന്നല്ല ആളുകൾ എല്ലാ കാലത്തും ഇങ്ങനെ ക്രൈം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കോടതികളും ഈ കേസുകളും ഈ പോലീസ് സ്റ്റേഷനുകളും ഒക്കെ ഇത്രയധികം ക്രൈമുകൾ നിറയുന്നത്. അതിപ്പോൾ ഈ വന്ന ഇൻസിഡൻറ്റ് ഒരു വലിയ ഇൻസിഡൻറ്റ് തന്നെയാണ്. പക്ഷേ ഇതിനെ വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മൂവ്മെൻറ്റ്സിനെ, നമ്മുടെ കുട്ടികളുടെ ചലനത്തെ, അവരുടെ ആസ്വാദനത്തെ, അവരുടെ അത്തരം ജീവിതത്തെ, ലൈഫിനെ ഒന്നും നമ്മൾ വീടുകൾക്കകത്തോ നിയമത്തിൻ്റെ അകത്തോ ഒന്നും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യരുത്. ഇതൊരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഇതിനെ അയാളെ നയിച്ചിട്ടുള്ള കാരണങ്ങൾ ഞാൻ അതാണ് വേണം. ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു സോഷ്യൽ മില്യൂവിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കാണുക. ഞാൻ പറഞ്ഞത് ഇതൊരു ക്രൈം എന്ന നിലയിൽ ഇതിനെ നമ്മൾ ഇഴകീറി നോക്കണമല്ലോ. എന്തുകൊണ്ട് ഇയാൾ ഇത് ചെയ്തു, നമ്മൾ ക്രൈം എന്ന് തന്നെ കാണുക. അല്ല, അതാണ് ആ സാധനങ്ങളാണ് ഈ പറയുന്ന ഇപ്പോൾ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എതിർപ്പിനെ നോക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ 10 വയസ്സുള്ള കുട്ടി അതിനെ എതിർത്തോ, അപ്പം അവിടെയാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവണത്. രണ്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഇയാൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പാസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇയാൾ ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, ഈ സാമ്പത്തിക കടബാധ്യതകൾ തീർക്കാൻ ജോലിക്ക് പോലും പോകുന്നുണ്ടായില്ല. വേണമെങ്കിൽ ജോലിക്ക് പോയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇയാൾ ജോലിക്ക് പോവുകയോ ഈ പറയുന്ന ഇപ്പോൾ ആകെ മനസ്സിലായ ഒരു കാര്യം ഫാദറിൻ്റെ ഉമ്മയുടെ അടുത്ത് എന്നിട്ട് എല്ലായ്പ്പോഴും പൈസ വേണമെന്ന് പറഞ്ഞ് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നത് സ്റ്റോറിയാണ്, നമ്മളിപ്പോൾ പറയുന്ന സ്റ്റോറി. അപ്പോൾ FIR ഒന്നും നമ്മൾ വായിച്ചിട്ടില്ല, ഇതിൻ്റെ അകത്ത് എന്താ എഴുതിയെന്നുള്ളത് വെച്ചിട്ടല്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്ത് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വന്നേ നമുക്ക് മനസ്സിലാകൂ. അപ്പോൾ അത്തരം കാര്യത്തിൻ്റെ അകത്ത് ഈ പറയുന്ന സ്റ്റോറിയിൽ ഉമ്മയുടെ അടുത്തുനിന്ന് നിരവധി തവണ ഇയാൾ പണം ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് പണം വാങ്ങി കൊണ്ടുപോയി അടുത്ത സ്ഥലത്ത് കൊടുക്കുന്നതിനപ്പുറം നിന്നിട്ട് പണിയെടുക്കാൻ വേണ്ടി ഉപ്പയുടെ അടുത്തേക്ക് പോയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരികയൊക്കെ ഉണ്ടായ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇയാളുടെ ഭാഗത്തു നിന്ന് അത്ര എഫേർട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നും, അങ്ങനെ ദുഃഖം വന്നിട്ട് എല്ലാവരെയും കൂടി തീർത്തിട്ട് പോകാമെന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പോഴും നമുക്ക് ചേരാത്ത സ്റ്റോറി എന്ന് പറയുന്നത് ഫാദറിൻ്റെ ഉമ്മ വേറൊരു വീട്ടിൽ താമസിക്കുന്നത്, ഫാദറിൻ്റെ ചേട്ടൻ വേറൊരു വീട്ടിൽ താമസിക്കുന്ന ആളുകളുമാണ്. ഇനി ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതായത് വളരെ സ്നേഹമുള്ള ആളെ ഇനി അത് വേറെ പ്രണയത്തിൻ്റെ വേറൊരു, അതായത് ഞാനില്ലെങ്കിൽ നീ നിൽക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം അല്ലെങ്കിൽ നീ ജീവിക്കേണ്ട എന്ന് പറയുന്ന ഒരു സീനിൽ പെൺകുട്ടിയെ കൂടി നമ്മൾ ചിലപ്പോൾ ഇയാൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം സെൻസിബിൾ ആയിട്ടുള്ള ഒരാളായി നമുക്ക് അഫാനെ അയാളുടെ 23 വർഷക്കാലത്തെ ജീവിതത്തിൽ എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല. അതായത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഞാനില്ലെങ്കിൽ ജീവിക്കേണ്ട എന്നത് പ്രണയത്തിന്റെ ഏറ്റവും നൈർമല്യ സ്വഭാവമുള്ള ഒരു ഭാവമാണ്.
അതൊക്കെ പ്രകടമാകുന്ന, അത് അടയാളപ്പെടുത്തിയ ഒരു സന്ദർഭവും. കാരണം അയാൾ ഇതിനു മുൻപും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിനു മുൻപും മാല തട്ടിപ്പറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും പണത്തിന് വേണ്ടി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഇയാൾ മദ്യപിക്കുന്ന ആളാണെന്ന് പറയുന്നു. അപ്പോൾ ഇയാളുടെ സ്വഭാവത്തിൽ എവിടെയും ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ല. എനിക്ക് അതിൽ ഒരു വാക്ക് പറയാനുണ്ട്. അല്ല, ഞാനില്ലെങ്കിൽ നീ ജീവിക്കേണ്ട എന്ന് പറയുന്നത് പ്രണയത്തിന്റെ നൈർമല്യം. അല്ല ഞാൻ പറഞ്ഞത് അതിന്റെ ഏറ്റവും ഞാൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് പൊളിറ്റിക്കലി. അല്ല, അതിന്റെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലായി. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ അതിൽ ആ പ്രണയത്തിന്റെ സ്വാർത്ഥതയുടെ മൂർധന്യത്തിലേക്ക് പോയാലും അങ്ങനെ ഒരു സന്ദർഭവും 23 വർഷക്കാലത്ത് അഫാന്റെ ജീവിതത്തിൽ എവിടെയും അടയാളപ്പെടുത്തിയതായി ഇതുവരെ നമ്മുടെ മുന്നിലില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഐ അണ്ടർസ്റ്റാൻഡ് ടോട്ടലി വാട്ട് യു മീൻ. അല്ല, അതാണ് അതായത് ഒരാൾ ജീവിച്ചിരിക്കേണ്ട എന്ന് വിചാരിക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള അതൊരു ക്രിമിനൽ മെന്റാലിറ്റി തന്നെയാണ്. അതായത് നമ്മളില്ലെങ്കിലും മറ്റുള്ളവർ സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് സമയം പരിമിതമായതുകൊണ്ട് ഞാനൊന്ന് ശ്രീ ജലീലിലേക്ക് ഒന്ന് പോട്ടെ. ജലീൽ, ഇത്രയും അഭിപ്രായങ്ങൾ താങ്കൾ കേട്ടു. ഇപ്പോൾ ജോർജ് ജോസഫ് സാറിനെ പോലെ ധാരാളം ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കേട്ടു, ക്രിമിനോളജിസ്റ്റായ ഡോക്ടർ ഫെബിൻ പറഞ്ഞത് കേട്ടു, ക്രിമിനൽ അഭിഭാഷകയായ അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ പറയുന്നത് കേട്ടു. ഇത്രയും കാര്യങ്ങൾ കേട്ട് ആ കുടുംബത്തെ അറിയുന്ന ആളെന്ന നിലയിൽ താങ്കൾക്ക് കൂടുതലായി ഇതിനോട് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ബാക്കി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു അന്വേഷണത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ് ഇതിനെല്ലാം കാരണം. പക്ഷേ ഈ പെൺകുട്ടിയെ എന്തിനു കൊന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ സാമ്പത്തികമാണ് പ്രധാന പ്രശ്നം. അവർക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കടം ഇതിലുണ്ടാകാതിരിക്കാം. അതുകൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ ഇവന് നല്ല രീതിയിൽ ഈ പകൽ റോട്ടിൽ ഇറങ്ങാതെ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് മാത്രം ഇറങ്ങുകയും രാത്രി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ബഹുമാന്യനായ SP സാർ പറഞ്ഞതുപോലെ മണ്ണന്തല, കിളിമാനൂർ പല സ്ഥലത്ത് സഞ്ചരിച്ച് ഒരു ആൾ ഹെൽമറ്റ് വെച്ചിട്ടുണ്ട്, മറു ആൾ ഹെൽമറ്റ് വെക്കാതെ പല പെറ്റികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ്റെ ഒരു ബുള്ളറ്റിൽ യാത്ര ചെയ്ത് അതിന് മാത്രം 13,000 രൂപ പെറ്റി ഉണ്ട് എന്നാണ് ഞങ്ങൾ അറിയുന്നത്. ശരി, അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരട്ടെ. യഥാർത്ഥത്തിൽ ഈ കൊടും കുറ്റവാളി ഇത്തരം കൊടും കുറ്റകൃത്യം ചെയ്യാൻ ഇടയായ മനോനിലയെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച്, അതിനെ കൃത്യമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തേണ്ടതുണ്ട്. അതുവരെ ഊഹാപോഹങ്ങളിൽ തന്നെയാണ് നമ്മൾ ചുറ്റിത്തിരിയുന്നത്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും. അതൊരു പക്ഷേ വരാൻ പോകുന്നത് ഇതിലെ കുറ്റവാളിയായ അഫാന്റെ വായിൽ നിന്നായിരിക്കില്ല, പകരം അഫാന്റെ ഉമ്മ ഫെമിയുടെ മൊഴികളിലൂടെ ആയിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.